Hello students, welcome to Farouk's classes for chemistry. Myself Farouk Abdullah. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ +1 ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് മോൾ കൺസെപ്റ്റ്. നിങ്ങളിത് പഠിക്കുന്നത് നിങ്ങളുടെ +1 ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇത് പഠിക്കുക. പക്ഷെ നിങ്ങളുടെ +1 +2 ഫിസിക്കൽ കെമിസ്ട്രി ത്രൂ ഔട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കൺസെപ്റ്റാണ് മോൾ കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ ആദ്യം മോൾ കൺസെപ്റ്റിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സപ്പോസ് എന്റെ കയ്യിൽ 2 പേന ഉണ്ടെന്ന് വിചാരിക്കുക. ഐ ഹാവ് 2 പെൻസ്. 2 പേന ഉണ്ടെങ്കിൽ 2 പേന എന്ന് പറയുന്നതിന് പകരം എനിക്ക് എന്ത് പറയാം? ഐ ഹാവ് 1 പെയർ പെൻ എന്ന് പറയാം, അല്ലേ? അപ്പൊ പെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ വേർഡ് ടു ഡിനോട്ട് ദ നമ്പർ 2. സപ്പോസ് ഐ ഹാവ് 12 പെൻസ്. എൻ്റെ കയ്യിൽ 12 പേനുണ്ട്. 12 പേന എന്ന് പറയുന്നതിന് പകരം എനിക്ക് എന്ത് പറയാം? ഐ ഹാവ് 1 ഡസൻ പെൻ എന്ന് പറയാം. അപ്പൊ ഡസൻ ഈസ് ജസ്റ്റ് എ വേർഡ് ടു ഡിനോട്ട് ദ നമ്പർ 12, അല്ലേ? സപ്പോസ് ഐ ഹാവ് this much number of pens. എന്റെ കയ്യിൽ ഇത്രയും പേനുണ്ടെന്ന് വിചാരിക്കാം. ഇതൊരു വലിയ നമ്പർ അല്ലേ, എഴുതാനും പ്രൊനൗൺസ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാ. സോ ഞാൻ ഈ സെയിം നമ്പറിനെ സയന്റിഫിക് നൊട്ടേഷനിൽ എഴുതുന്നു. 6.022 ഇൻറ്റു 10⁻23. ഈ സെയിം നമ്പർ ആണ് കേട്ടോ ഞാൻ എഴുതിയേക്കുന്നത്. ഇതൊരു 6 പോയിന്റ് സംതിങ് ആണെന്ന് വിചാരിക്കരുത്. ഇത് ഇത്ര വലിയൊരു നമ്പറാണ്. എന്റെ കയ്യിൽ ഇത്രയും പേന ഉണ്ടെങ്കിൽ എനിക്ക് 6.022 ഇൻറ്റു 10⁻23 എണ്ണം പേന എന്ന് പറയണ്ട. പകരം എനിക്ക് എന്ത് പറയാം? ഐ ഹാവ് 1 മോൾ പെൻ എന്ന് പറയാം. അപ്പൊ മോൾ ഈസ് ജസ്റ്റ് എ വേർഡ് ടു ഡിനോട്ട് ദ നമ്പർ 6.022 ഇൻറ്റു 10⁻23. 2 എന്ന് പറയുന്നതിന് പകരം പെയർ എന്ന് പറഞ്ഞൂടെ? ഇറ്റ് ഈസ് പെയർ കൺസെപ്റ്റ്. 12 എന്ന് പറയുന്നതിന് പകരം ഡസൻ എന്ന് പറഞ്ഞൂടെ? ഇറ്റ് ഈസ് ഡസൻ കൺസെപ്റ്റ്. 6.022 ഇൻറ്റു 10⁻23 എണ്ണം എന്ന് പറയുന്നതിന് പകരം എനിക്ക് എന്ത് പറയാം? ഒരു മോൾ എന്ന് പറയാം. ഇറ്റ് ഈസ് മോൾ കൺസെപ്റ്റ്. അപ്പൊ മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 6.022 ഇൻറ്റു 10⁻23 എണ്ണം സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ എനിക്കതിന് 1 മോൾ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഈ കൺസെപ്റ്റിനെയാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയാം. മനസ്സിലായി? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഇവിടെ 1 മോൾ ഓക്സിജൻ ആറ്റം എടുത്തെന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു O, രണ്ടാമത്തെ O, മൂന്നാമത്തെ O, അങ്ങനെ എത്ര O? 6.022 ഇൻറ്റു 10⁻23 എണ്ണം O. ഇവിടെ ഞാൻ 1 മോൾ ഓക്സിജൻ മോളിക്കൂൾ എടുത്തെന്ന് വിചാരിക്കാം. മീൻസ് ഒരു O2, രണ്ടാമത്തെ O2, മൂന്നാമത്തെ O2, നാലാമത്തെ O2, അങ്ങനെ 6.022 ഇൻറ്റു 10⁻23 എണ്ണം O2. അപ്പൊ ഇവിടെ ഞാൻ എടുത്ത 1 മോൾ ഓക്സിജൻ ആറ്റം, ഇവിടെ എടുത്തത് 1 മോൾ ഓക്സിജൻ മോളിക്കൂൾ. 2 1 മോൾ അല്ലേ? രണ്ടിന്റെ മാസ് സെയിം ആണോ? അല്ല. കാരണം ഇവിടെ ഒരു യൂണിറ്റിന്റെ മാസ് എന്താ? ഒരു ഓക്സിജന്റെ മാസ് എന്താ? 16 AMU ആണ്. അപ്പൊ ഇവിടെ 16 16 16 16 അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ ഒരു യൂണിറ്റിന്റെ മാസ് എന്താ? O2ന്റെ മോളിക്കുലാർ മാസ് 32 AMU. അപ്പൊ ഇവിടെ 32 32 32 അങ്ങനെയാ പോകുന്നത്. അപ്പൊ ഇവിടുത്തെ മാസിന്റെ ഡബിൾ ആണ് ഇവിടുത്തെ മാസ്. 2 1 മോൾ ആണ്, 2 ഓക്സിജൻ ആണ്. പക്ഷെ ഇത് 1 മോൾ ഓക്സിജൻ ആറ്റം ആണ്, ഇത് 1 മോൾ ഓക്സിജൻ മോളിക്കുളാണ്. അപ്പൊ 2 സബ്സ്റ്റൻസ് 1 മോൾ വീതം എടുത്താൽ രണ്ടിന്റെയും മാസ് സെയിം ആകണമെന്നില്ല. എന്താ സെയിം ആവുക? എണ്ണം, നമ്പർ. മനസ്സിലായി? ഇതാണ് മോൾ കൺസെപ്റ്റ്. ഇഫ് യു ഹാവ് 6.022 ഇൻറ്റു 10⁻23 എണ്ണം സബ്സ്റ്റൻസസ്, വി ക്യാൻ കോൾ ഇറ്റ് ആസ് 1 മോൾ സബ്സ്റ്റൻസ്. ഇഫ് യു ഹാവ് 6.022 ഇൻറ്റു 10⁻23 സബ്സ്റ്റൻസസ്, വി ക്യാൻ കോൾ ഇറ്റ് ആസ് 1 മോൾ സബ്സ്റ്റൻസ്. ഇതാണ് മോൾ കൺസെപ്റ്റ്. ഓക്കെ ആണോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സപ്പോസ് എന്റെ കയ്യിൽ 1 മോൾ CH4 മോളിക്കൂൾ ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് ഐ ഹാവ് 1 മോൾ CH4 മോളിക്കൂൾ. 1 മോൾ CH4 മോളിക്കൂൾ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 6.022 ഇൻറ്റു 10⁻23 CH4 മോളിക്യൂൾസ്, അല്ലേ? അതായത് ഒരു CH4, രണ്ടാമത്തെ CH4, മൂന്നാമത്തെ CH4, അങ്ങനെ 6.022 ഇൻറ്റു 10⁻23 എണ്ണം CH4. അതാണ് 1 മോൾ CH4 മോളിക്കൂൾ. 1 മോൾ CH4 മോളിക്കൂളിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? എങ്ങനെ ചിന്തിക്കണം? 1 മോൾ CH4 മോളിക്കൂളിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഒരു CH4ൽ എത്ര കാർബണാ? 1 കാർബൺ.
1 മോൾ CH4 മോളിക്കൂൾ എന്ന് പറഞ്ഞാൽ എത്ര CH4 ആ? 6.022 into 10 power 23 എണ്ണം CH4. അപ്പോൾ ഒന്നിൽ ഒരു കാർബൺ വെച്ച് ഇത്രയും CH4ൽ എത്ര കാർബൺ ഉണ്ടാവും? അത്ര തന്നെ കാർബൺ ഉണ്ടാവും. 6.022 into 10 power 23 കാർബൺ ആറ്റംസ് അല്ലേ? ഇത്രയും ഉണ്ടെങ്കിൽ എനിക്കതിനെ 1 മോൾ എന്ന് വിളിച്ചൂടെ? അപ്പോ ഐ ഹാവ് 1 മോൾ കാർബൺ ആറ്റം. ഓക്കെ ആണോ? 1 മോൾ CH4 മോളിക്കൂളിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? നമ്മൾ എങ്ങനെ ചിന്തിക്കണം? ഒരു CH4ൽ എത്ര ഹൈഡ്രജനാ? ഒരു CH4ൽ 4 ഹൈഡ്രജനാ. 1 മോൾ CH4 എന്ന് പറഞ്ഞാൽ 6.022 into 10 power 23 CH4 മോളിക്യൂൾസാ. ഒന്നില് 4 ഹൈഡ്രജൻ വെച്ച് ഇത്രയും CH4ൽ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? 4 into 6.022 into 10 power 23 ഹൈഡ്രജൻ ആറ്റംസ് അല്ലേ? ഇത്രയും ഉണ്ടെങ്കിൽ എനിക്കതിനെ 1 മോൾ എന്ന് വിളിച്ചൂടെ? ഇൻറ്റു 4. അപ്പൊ എത്രയാ? 4 മോൾ ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ ആണോ? 1 മോൾ CH4 മോളിക്കൂളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 മോൾ CH4 മോളിക്കൂളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ആദ്യം ഒരു CH4ൽ എത്ര ഇലക്ട്രോൺസ് ആണെന്ന് അറിയണം. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആ, മാസ് നമ്പർ 12 ആ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആ, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺസ് ആ. ഒരു ന്യൂട്രൽ ആറ്റത്തിൽ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം സെയിം ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നോക്ക്, കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആ, മീൻസ് പ്രോട്ടോണിന്റെ എണ്ണം 6. ന്യൂട്രൽ ആറ്റം ആയതുകൊണ്ട് കാർബണിൽ ഇലക്ട്രോണിന്റെ എണ്ണവും 6 ആ. അപ്പോൾ ഒരു കാർബണിൽ 6 ഇലക്ട്രോണാണ്. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആ, മാസ് നമ്പറും 1 ആ. അപ്പോൾ പ്രോട്ടോണിന്റെ എണ്ണം 1, പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണും 1 ആ, മീൻസ് ഇവിടെ ന്യൂട്രോണിന്റെ എണ്ണം 0 ആ. ഇതൊരു ന്യൂട്രൽ ആറ്റം ആയതുകൊണ്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ, 4 ഹൈഡ്രജനിൽ 4 ഇലക്ട്രോൺ. അപ്പൊ ഒരു CH4ൽ 10 ഇലക്ട്രോൺ, ഒരു CH4ൽ 10 ഇലക്ട്രോൺ. അപ്പോ ഇത്രയും CH4ൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 10 into 6.022 into 10 power 23 ഇലക്ട്രോൺസ് അല്ലേ? ഇത്രയും ഉണ്ടെങ്കിൽ എനിക്കിതിനെ 1 മോൾ എന്ന് വിളിച്ചൂടെ? അപ്പൊ ഇൻറ്റു 10 എത്രയാ? 10 മോൾ ഇലക്ട്രോൺസ്. മനസ്സിലായോ? അപ്പോ ഇതാണ് മോൾ കൺസെപ്റ്റ്. നമ്മളോട് ഇപ്പൊ 1 മോൾ CH4 മോളിക്കൂളിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ എഴുതണമെന്നില്ല. നമുക്കിത് കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. അതായത് എന്നെ ശ്രദ്ധിച്ചോ, 1 മോൾ CH4 മോളിക്കൂളിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യണം? ഒരു CH4ൽ എത്ര കാർബണാണ്? ഒരു CH4ൽ 1 കാർബണാണ്. മൊത്തം എത്ര CH4 ഉണ്ട്? 1 മോൾ. അപ്പൊ മൊത്തം എത്ര കാർബണാ? 1 into 1 മോൾ. 1 മോൾ കാർബൺ. 1 മോൾ CH4 മോളിക്കൂളിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരു CH4ൽ എത്ര ഹൈഡ്രജനാ? 4. മൊത്തം എത്ര CH4 ആ? 1 മോൾ. അപ്പൊ മൊത്തം എത്ര ഹൈഡ്രജനാ? 4 into 1 മോൾ. എത്രയാ? 4 മോൾ. 1 മോൾ CH4 മോളിക്കൂളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? അപ്പൊ ഒരു CH4ൽ എത്ര ഇലക്ട്രോൺസാ? 10 ഇലക്ട്രോൺ. മൊത്തം എത്ര CH4 ആ? 1 മോൾ. അപ്പൊ മൊത്തം എത്ര ഇലക്ട്രോൺ? 10 into 1 മോൾ. 10 മോൾ. മനസ്സിലായോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ സപ്പോസ് ഐ ഹാവ് 2.5 മോൾ NH3 മോളിക്യൂൾസ്. 2.5 മോൾ NH3 മോളിക്യൂൾസ് ഉണ്ട്. എനിക്കറിയേണ്ടത് ഇതിൽ എത്ര നമ്പർ NH3 മോളിക്യൂൾ ഉണ്ട്? ഇതിൽ എത്ര നമ്പർ NH3 മോളിക്യൂൾസ് ഉണ്ട്? ഇതിൽ എത്ര മോൾ നൈട്രജൻ ആറ്റം ഉണ്ട്? ഇതിൽ എത്ര മോൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? ഫൈനലി ഇതിൽ എത്ര മോൾ ഇലക്ട്രോൺസ് ഉണ്ട്? ഓക്കെ ആണോ? നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക, ദെൻ കം ബാക്ക് ടു ദി വീഡിയോ. ഓക്കെ, നമുക്ക് നോക്കാം. 2.5 മോൾ NH3 മോളിക്കൂൾ അല്ലേ? 1 മോൾ NH3 മോളിക്കൂൾ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 1 മോൾ NH3 എന്ന് പറഞ്ഞാൽ 6.022 into 10 power 23 NH3 മോളിക്യൂൾസ് ആണ് 1 മോൾ. അപ്പൊ 2.5 മോൾ എന്ന് പറഞ്ഞാൽ 2.5 into 6.022 into 10 power 23. ക്ലിയർ ആണ്? 2.5 മോൾ NH3 മോളിക്കൂളിൽ എത്ര മോൾ നൈട്രജൻ ആറ്റം ഉണ്ട്? അപ്പൊ നമ്മൾ ആദ്യം എന്ത് നോക്കണം? ഒരു NH3ൽ എത്ര നൈട്രജനാ? ഒരു NH3ൽ 1 നൈട്രജനാ. മൊത്തം എത്ര NH3 ആ? 2.5 മോൾ. അപ്പൊ എത്ര നൈട്രജൻ?
1 into 2.5, that is 2.5 mole. 2.5 mole NH3 എത്ര ഹൈഡ്രജൻ ആയിട്ട്? അപ്പോൾ ഒരു NH3 എത്ര ഹൈഡ്രജൻ? 3 ഹൈഡ്രജൻ. മൊത്തം എത്ര NH3 ആ? 2.5 മോൾ. അപ്പോൾ എത്ര ഹൈഡ്രജൻ? 3 into 2.5 എത്രയാ? 7.5 മോൾ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഒരു NH3 എത്ര ഇലക്ട്രോണാ? നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആ. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം 7 ആ. ന്യൂട്രൽ ആയതുകൊണ്ട് ഇലക്ട്രോണിന്റെ എണ്ണവും 7 ആ. അപ്പൊ ഒരു നൈട്രജനിൽ 7 ഇലക്ട്രോൺ. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആ. മീൻസ് പ്രോട്ടോണിന്റെ എണ്ണം 1. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം എന്ത് തന്നെയാ? 1 ആ. കാരണം ന്യൂട്രൽ ആറ്റോ. ഒരു ഹൈഡ്രജനിൽ 1 ഇലക്ട്രോണാ. 3 ഹൈഡ്രജനിൽ അപ്പോൾ 3 ഇലക്ട്രോൺ. മൊത്തത്തിൽ ഒരു NH3 10 ഇലക്ട്രോൺ. ഒരു NH3 10 ഇലക്ട്രോൺ. അപ്പോ 2.5 മോൾ NH3 10 into 2.5 മോൾ എത്ര വരും? 25 മോൾ ഇലക്ട്രോൺസ്. മനസ്സിലായോ? ഇപ്പോ വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞ സപ്പോസ് ഐ ഹാവ് 3.5 മോൾ NH4 പ്ലസ്. എന്റെ കയ്യിൽ 3.5 മോൾ NH4 പ്ലസ് ഉണ്ടെന്ന് കരുതാം. ചോദ്യം, ഇതില എത്ര നമ്പർ ഇലക്ട്രോൺസ് ഉണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഡാഷ് നമ്പർ ഇലക്ട്രോൺസ് ഉണ്ട്. എത്ര നമ്പർ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അറിയണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇതിന്റെ സൊല്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു NH4 പ്ലസിൽ എത്ര ഇലക്ട്രോൺസ് ആണെന്ന് കണ്ടുപിടിക്കണം. ഒരു NH4ൽ എത്ര ഇലക്ട്രോൺസ് ആണ്? നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് NH4 പ്ലസ് അല്ലേ, അപ്പോൾ നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ തൽക്കാലം ഞാൻ ഈ പ്ലസ് ചാർജ് കളയുന്നു. ഇത് NH4 ആയി. നൈട്രജനിൽ അറ്റോമിക് നമ്പർ 7 ആ. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7 ഇലക്ട്രോൺ. 7 ഇലക്ട്രോൺ പ്ലസ് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആ. അപ്പൊ ഒരു ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ ആ. 4 ഹൈഡ്രജനിൽ 4 ഇലക്ട്രോൺ. അപ്പൊ മൊത്തം എത്ര ഇലക്ട്രോൺ ആയി? 11 ഇലക്ട്രോൺ. NH4ൽ 11 ഇലക്ട്രോൺ ആ. NH4 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്ന് അർത്ഥം അല്ലേ? അപ്പോ NH4ൽ 11 ഇലക്ട്രോൺ ആ. അപ്പൊ NH4 പ്ലസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 10 ഇലക്ട്രോൺ ഉണ്ടാവും. ഒരു NH4 പ്ലസിൽ 10 ഇലക്ട്രോൺ ആണ്. മൊത്തം എത്ര NH4 പ്ലസ് ഉണ്ട്? 3.5 മോൾ. അപ്പൊ മൊത്തം എത്ര ഇലക്ട്രോൺ ആ? 10 into 3.5 മോൾ. സോ ഐ ഹാവ് 35 മോൾ ഇലക്ട്രോൺസ്. പക്ഷെ എന്നോട് ചോദിച്ചത് എത്ര മോൾ ഇലക്ട്രോൺസ് എന്നല്ല, എത്ര നമ്പർ ഇലക്ട്രോൺസ് എന്നാ. അപ്പോ 35 മോൾ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എത്ര നമ്പരാ? ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 6.02 into 10^23. അപ്പൊ 35 മോൾ എന്ന് പറഞ്ഞാൽ എന്താ? 35 into 6.02 into 10^23 നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് യു ഹാവ് 6.022 into 10^23 എണ്ണം സബ്സ്റ്റൻസസ്, വി ക്യാൻ കോൾ ഇറ്റ് ആസ് 1 മോൾ സബ്സ്റ്റൻസ്. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ഇനി എന്താണ് മോൾ കൺസെപ്റ്റിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ? മോൾ കൺസെപ്റ്റിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ, കാർബണിന് 3 ഐസോട്ടോപ്സ് ആണ്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാർബണിന്റെ 3 ഐസോട്ടോപ്സ് ആണ്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. അതിൽ നിങ്ങൾ കാർബൺ 12 ഐസോട്ടോപ്പ് എടുക്കണം. കാർബൺ 12 ഐസോട്ടോപ്പ് എത്ര എടുക്കണം? 12 ഗ്രാം എടുക്കണം. 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അത്രയും എണ്ണമുള്ള എന്തിനേയും ഒരു മോളെന്ന് വിളിക്കാം. 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അത്രയും എണ്ണമുള്ള എന്തിനേയും ഒരു മോളെന്ന് വിളിക്കാം. ഇതാണ് മോൾ കൺസെപ്റ്റിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ. അപ്പോൾ 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടാവും? 6.022 into 10^23 എണ്ണം കാർബൺ ആറ്റം ഉണ്ടാവും. ഓക്കെ ആണോ? ഇനി ഈ 6.022 into 10^23, 6.022 into 10^23 ഈ നമ്പറിനെ വിളിക്കുക അവോഗാഡ്രോ നമ്പർ എന്ന. അവോഗാഡ്രോ നമ്പർ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് NA എന്നാണ്. NA അവോഗാഡ്രോ നമ്പർ NA മീൻസ് നമ്മൾ മുന്നേ എഴുതിയില്ലേ 6.022 into 10^23 ഡിലീറ്റ് ചെയ്തല്ലേ? അവിടെ എല്ലാം നമുക്ക് എന്ത് എഴുതിയാൽ മതി? 6.022 into 10^23 എന്ന് എഴുതുന്നതിന് പകരം എന്ത് എഴുതിയാലും മതി? NA എന്ന് എഴുതിയാലും മതി. ഇതാണ് മോൾ കൺസെപ്റ്റ്. ഓക്കെ ആണോ? ഇനി നമുക്ക് മോൾ കൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് 2 ടേംസും കൂടി പഠിക്കണം. ഒന്ന് മോളാർ മാസ് എന്താണെന്ന് പഠിക്കണം, 2 മോളാർ വോളിയം എന്താണെന്ന് പഠിക്കണം. അത് രണ്ടും കൂടി ഡിസ്കസ് ചെയ്താലേ നമുക്ക് മോൾ കൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ.